വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നെഹെമ്യായുടെ പുസ്തകം 9-ാം അധ്യായം. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ഉപവാസത്തോടും ചാക്കുവസ്ത്രങ്ങളോടും കൂടെ തങ്ങളുടെ മേൽ പൂഴിയുമായി സമ്മേളിച്ചു. ഇസ്രായേൽ സന്തതികൾ എല്ലാ അന്യജാതികളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം അവർ സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം വായിക്കുകയും കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആരാധിക്കുമായിരുന്നു. യാശുവ, ബാനി, കദ്മിയേൻ, ഷബാനിയ, ബുന്നി, ഷറാബിയ, ബാനി, കെനാനി എന്നിവർ ലേവായരുടെ പീഠത്തിൽ എഴുന്നേറ്റു നിന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ ഉച്ചസ്വരത്തിൽ വിളിച്ചപേക്ഷിച്ചു. അനന്തരം ലേവായരായ യശുവ, കദ്മിയേൻ, ബാനി, ഹഷബ്നായ, ഷറാബിയ, ഹോദിയ, ഷബാനിയ, പത്താഹിയ എന്നിവർ ആഹ്വാനം ചെയ്തു, എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും എന്നേക്കും വാഴ്ത്തുവിൻ. എല്ലാ സ്തുതിക്കും സ്തോത്രത്തിനുമേൽ ഉയർന്നിരിക്കുന്ന അങ്ങയുടെ മഹത്വത്തിന്റെ നാമം അവർ വാഴ്ത്തട്ടെ. അങ്ങു മാത്രമാണ് കർത്താവ്. ആകാശങ്ങളെയും ആകാശങ്ങളുടെ ആകാശങ്ങളെയും അവയുടെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലതിനെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചത് അങ്ങാണ്. സകലതിനെയും അങ്ങ് ജീവസുറ്റതാക്കുന്നു. ആകാശ സൈന്യം അങ്ങേക്ക് ആരാധനയർപ്പിക്കുന്നു. അബ്രാമിനെ തിരഞ്ഞെടുത്ത ദൈവമായ കർത്താവ് അങ്ങാണ്. കൽദായരുടെ ഊരിൽ നിന്ന് അവനെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു. അങ്ങ് അവന് അബ്രാഹം എന്ന് പേരിട്ടു. അങ്ങേ സന്നിധിയിൽ അവന്റെ ഹൃദയം വിശ്വസ്തമാണെന്ന് അങ്ങ് കണ്ടെത്തി. കാനാന്യ, ഹിത്യ, അമോര്യ, പെരീസ്യ, ജബൂസ്യ, ഗിർഗാഷ്യ നാട് നൽകാൻ അവന്റെ സന്തതിക്ക് നൽകാൻ അവനുമായി അങ്ങ് ഉടമ്പടിയുണ്ടാക്കി. അങ്ങയുടെ വചനങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. കാരണം അങ്ങ് നീതിമാനാണ്. അങ്ങ് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദുരിതം കാണുകയും ചെങ്കടലിൽ വെച്ചുള്ള അവരുടെ വിലാപം ശ്രവിക്കുകയും ചെയ്തു. അവരോട് ഔദ്യത്യപൂർവം പെരുമാറിയെന്ന് അങ്ങ് അറിഞ്ഞതുകൊണ്ട് ഫറവോയ്ക്കും അവന്റെ സകലദാസർക്കും ദേശത്തെ ജനം മുഴുവനുമെതിരെ അങ്ങ് അടയാളങ്ങളും അത്ഭുതങ്ങളുമേകി. ഇന്നെന്ന പോലെ അങ്ങ് അങ്ങേക്ക് കീർത്തി ഉളവാക്കി. അവരുടെ മുമ്പിൽ അങ്ങ് കടൽ വിഭജിച്ചു. സമുദ്രമധ്യേ അവർ ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു. അവരെ അനുധാവനം ചെയ്തവരെ അങ്ങ് പെരുവെള്ളത്തിൽ കല്ലെന്ന പോലെ ആഴങ്ങളിൽ ആഴ്ത്തി. പകൽ മേഘസ്തംഭത്താൽ അങ്ങ് അവരെ നയിച്ചു. അവർ സഞ്ചരിച്ച വഴി അവർക്കായി ദീപ്തമാക്കാൻ രാത്രി അഗ്നിസ്തംഭത്താലും അങ്ങ് സീനായ് മലമേൽ ഇറങ്ങി വന്നു. ആകാശങ്ങളിൽ നിന്ന് അങ്ങ് അവരുമായി സംസാരിച്ചു. നേരുള്ള ന്യായപ്രമാണങ്ങളും സത്യമുള്ള നിയമങ്ങളും ഉചിതമായ ചട്ടങ്ങളും കൽപ്പനകളും അങ്ങ് അവർക്ക് നൽകി. അങ്ങയുടെ വിശുദ്ധമായ സാബത്ത് അവരോട് അങ്ങ് അറിയിച്ചു. കൽപ്പനകളും ചട്ടങ്ങളും നിയമവും അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങ് അവരോട് കൽപ്പിച്ചു. അവരുടെ വിശപ്പിന് അങ്ങ് അവർക്ക് ആകാശത്തു നിന്ന് അപ്പം നൽകി. അവരുടെ ദാഹത്തിന് അങ്ങ് അവർക്ക് പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചു. അവർക്ക് നൽകുമെന്ന് അങ്ങ് ശപഥം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ പോകുന്നതിന് അവരോട് അങ്ങ് നിർദ്ദേശിച്ചു. എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരം പ്രവർത്തിച്ചു. അവർ തങ്ങളുടെ പിടലി ഘടിപ്പിച്ചു. അങ്ങേ കൽപ്പനകൾക്ക് ചെവി കൊടുത്തില്ല. അവർ അനുസരിക്കാൻ വിസമ്മതിച്ചു. അങ്ങ് അവർക്കൊപ്പം പ്രവർത്തിച്ച അങ്ങേ വിസ്മയകൃത്യങ്ങൾ സ്മരിച്ചില്ല. തങ്ങളുടെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ മിരിയാമിൽ ഒരു നേതാവിനെ വെച്ച് അവർ തങ്ങളുടെ പിടലി ഘടിപ്പിച്ചു. എന്നാൽ അങ്ങ് ദീർഘക്ഷമയുടെ സർവേശ്വരനും കൃപാലുവും ദയാർദ്രനും കോപവിമുഖനും കരുണാസമൃദ്ധനുമാകയാൽ അവരെ കൈവെടിഞ്ഞില്ല. മാത്രമല്ല, ഒരു വാർപ്പു കാളക്കുട്ടിയെ തങ്ങൾക്കായി ഉണ്ടാക്കി അവർ പറഞ്ഞു, ഇതാണ് നിന്നെ ഈജിപ്തിൽ നിന്ന് ഉദ്ധരിച്ച നിന്റെ ദേവന്മാർ.
അങ്ങനെ അവർ വൻ ദൈവദൂഷണങ്ങൾ നടത്തി. എന്നിട്ടും അങ്ങയുടെ ദയാതിരേകത്താൽ അങ്ങ് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ വഴി നടത്താനുള്ള മേഘസ്തംഭത്തോടൊപ്പവും രാത്രി അവരുടെ സഞ്ചാരപാത പ്രകാശിപ്പിക്കാനുള്ള അഗ്നിസ്തംഭത്തോടൊപ്പവും ഉണ്ടായിരുന്ന അവിടുന്ന് അവരിൽ നിന്ന് വിട്ടകന്നില്ല. അവരെ പ്രബുദ്ധരാക്കാൻ അങ്ങയുടെ നല്ല അരൂപി അങ്ങ് നൽകി. അവരുടെ വായിൽ നിന്ന് അങ്ങയുടെ മന്ന അങ്ങ് പിൻവലിച്ചില്ല. അവരുടെ ദാഹത്തിന് അങ്ങ് അവർക്ക് വെള്ളം കൊടുത്തു. 40 വർഷം അങ്ങ് അവരെ മരുഭൂമിയിൽ പരിപാലിച്ചു. അവർക്ക് കുറവ് അനുഭവപ്പെട്ടില്ല. അവരുടെ വസ്ത്രങ്ങൾ ജീർണിച്ചില്ല. അവരുടെ കാലുകൾ വീങ്ങിയില്ല. രാജ്യങ്ങളെയും ജനങ്ങളെയും അങ്ങ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങ് അക്കൂട്ടരെ അതിർത്തിയായി വീതിച്ചു നൽകി. സീഹോന്റെ ദേശം, അതായത് ഹെഷ്ബോൺ രാജാവിന്റെ ദേശം അവർ കൈവശപ്പെടുത്തി. ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും. ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ പോലെ അവരുടെ മക്കളെ അങ്ങ് വർദ്ധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരോട് പോയി കൈവശമാക്കാൻ അങ്ങ് പറഞ്ഞിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു. മക്കളാണ് ചെന്ന് ദേശം കൈവശപ്പെടുത്തിയത്. തദ്ദേശവാസികളായ കാനാൻകാരെ അവരുടെ മുമ്പിൽ അങ്ങ് കീഴടക്കി. തങ്ങളുടെ ഇഷ്ടം പോലെ അക്കൂട്ടർക്കെതിരെ പെരുമാറാൻ അക്കൂട്ടരുടെ രാജാക്കന്മാരെയും തദ്ദേശ ജനങ്ങളെയും അങ്ങ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കോട്ട നഗരങ്ങളും ഫലഭൂയിഷ്ടമായ നിലവും അവർ പിടിച്ചടക്കി. സർവ്വ ഐശ്വര്യവും നിറഞ്ഞ വീടുകൾ, കുഴിച്ച കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഭക്ഷണത്തിനുതകുന്ന വൃക്ഷം എന്നിവ അവർ അസംഖ്യം കൈവശപ്പെടുത്തി. അവർ തിന്ന് മതിവന്ന് കൊഴുത്തു. അങ്ങയുടെ വലിയ നന്മ കൊണ്ട് അവർ ജീവിതം ആസ്വദിച്ചു. എന്നാൽ അവർ ധിക്കാരികളായി അങ്ങേക്കെതിരെ മത്സരിച്ചു. തങ്ങളുടെ അഹങ്കാരം പിന്തുടർന്ന് അവർ അങ്ങയുടെ നിയമം പിന്തള്ളി. അവരെ അങ്ങയുടെ അടുക്കലേക്ക് മടക്കാൻ അവർക്കുമേൽ താക്കീതു നൽകിയ അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു. അവർ വലിയ നിന്ദകളാണ് പ്രവർത്തിച്ചത്. അങ്ങ് അവരുടെ എതിരാളികളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു. അക്കൂട്ടർ അവർക്ക് പീഡനമേൽപ്പിച്ചു. തങ്ങളുടെ കഷ്ടകാലത്ത് അവർ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു. അപ്പോൾ ആകാശങ്ങളിൽ നിന്ന് അങ്ങ് കേട്ടു. അങ്ങേ മഹിതമായ ദയാർദ്രത പ്രകാരം അങ്ങ് അവർക്ക് രക്ഷകരെ നൽകി. അവരെ അവർ എതിരാളികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ തങ്ങൾക്ക് സ്വസ്ഥത ലഭിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ തിന്മ ചെയ്യുന്നതിന് അവർ തിരിഞ്ഞു. അപ്പോൾ അങ്ങ് അവരെ ശത്രുക്കളുടെ കയ്യിൽ ഉപേക്ഷിച്ചു. അങ്ങനെ അക്കൂട്ടർ അവരുടെ ഇടയിൽ ഇറങ്ങി. അപ്പോൾ അവർ തിരിഞ്ഞ് അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. അങ്ങ് ആകാശങ്ങളിൽ നിന്ന് ശ്രവിക്കുകയും അങ്ങയുടെ ദയാദ്രതയ്ക്കൊത്ത വിധം പലപ്പോഴും അവരെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങേ നിയമത്തിലേക്ക് അവരെ തിരിക്കുന്നതിന് അവർക്കുമേൽ അങ്ങ് താക്കീത് നൽകി. എങ്കിലും അവർ ഔദ്ധത്യം കാണിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ചെവികൊണ്ടില്ല. മനുഷ്യൻ നിവർത്തിച്ചു ജീവിക്കാൻ ഉതകേണ്ട അങ്ങേ ന്യായപ്രമാണങ്ങളിൽ അവർ പിഴച്ചു. അവർ കാണിച്ചത് കുടയുന്ന തോളായിരുന്നു. അവർ തങ്ങളുടെ പിടലി ഘടിപ്പിച്ചു. അവർ അനുസരിച്ചില്ല. അനേക വർഷങ്ങൾ അങ്ങ് അവരോട് സംയമനം പാലിച്ചു. അങ്ങയുടെ പ്രവാചകന്മാരിലൂടെ അങ്ങയുടെ അരൂപിയിലൂടെ അവർക്കുമേൽ അങ്ങ് താക്കീത് നൽകി. എന്നിട്ടും അവർ ചെവികൊണ്ടില്ല. അതിനാൽ നാടുകളിലെ ജനങ്ങളുടെ കയ്യിൽ അങ്ങ് അവരെ ഏൽപ്പിച്ചു. എന്നാൽ അങ്ങേ മഹിതമായ ദയാദ്രത നിമിത്തം അങ്ങ് അവർക്ക് നാശം ചെയ്തില്ല. അവരെ പരിത്യജിച്ചുമില്ല. എന്തെന്നാൽ അങ്ങ് കൃപാലുവും ദയാർദ്രനുമായ ദൈവമാകുന്നു. ആകയാൽ ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, വലിയവനും ശക്തനും ഭീതിതനുമായ ദൈവമേ, ഉടമ്പടിയും കാരുണ്യവും പാലിക്കുന്നവനെ, അസ്രിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അങ്ങയുടെ ജനം മുഴുവനും വേണ്ടി ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന സകല ദുരിതവും അങ്ങയുടെ സന്നിധിയിൽ നിസാരമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ മേൽ വന്നുഭവിച്ച എല്ലാറ്റിനെയും സംബന്ധിച്ച് അങ്ങ് നീതിമാനാണ്. അങ്ങ് തീർച്ചയായും വിശ്വസ്തത പാലിച്ചു. ഞങ്ങളോ ദുഷ്ടമായി വർത്തിച്ചു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അങ്ങയുടെ നിയമം നിവർത്തിച്ചില്ല. അങ്ങേ കൽപ്പനകളും അവർക്കുമേൽ അങ്ങ് നൽകിയ താക്കീതുകളും വകവെച്ചില്ല. അങ്ങ് അവർക്കു നൽകിയ അങ്ങയുടെ വൻ സമൃദ്ധിയിൽ അങ്ങ് അവർക്കു മുന്നിൽ വച്ച വിശാലവും ഫലഭൂയിഷ്ടവുമായ ദേശത്ത്, സ്വന്തം രാജ്യത്ത് അവർ അങ്ങയെ സേവിച്ചില്ല. തങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞതുമില്ല. ഇതാ ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഫലവും നന്മയും ആഹരിക്കുന്നതിന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക്
അങ്ങ് നൽകിയ ദേശമായിരുന്നിട്ടും ഇതാ ഇന്നു ഞങ്ങൾ അതിൽ അടിമകളാണ്. അതിൻ്റെ വർദ്ധിച്ച സമൃദ്ധി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളുടെ മേൽ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർക്കുള്ളതാണ്. തങ്ങളുടെ ഇച്ഛാനുസൃതം അവർ തങ്ങളുടെ ദേഹങ്ങളുടെ മേലും ഞങ്ങളുടെ കന്നുകാലികൾക്കിടയിലും നിയന്താക്കളാണ്. ഞങ്ങൾ വലിയ ദുരിതത്തിലാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. ഇസ്രായേൽ ഭവനമേ, കർത്താവ് നിങ്ങളെക്കുറിച്ച് അരുൾ ചെയ്യുന്ന വചനം ശ്രദ്ധിക്കുവിൻ. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ജനതകളുടെ മാർഗം അഭ്യസിക്കരുത്, ആകാശത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് സംഭ്രമിക്കുകയുമരുത്. എന്തെന്നാൽ ജനതകളാണ് അവയെക്കുറിച്ച് സംഭ്രമിക്കുന്നത്. കാരണം ജനതകളുടെ പ്രമാണങ്ങൾ വ്യർത്ഥമാണ്. വനത്തിൽ നിന്ന് അവൻ ഒരു മരം മുറിക്കുന്നു, ശില്പിയുടെ കോടാലി കൊണ്ടുള്ള കരവേല. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അവർ അത് അലങ്കരിക്കുന്നു. വീഴാതിരിക്കാൻ അവർ അത് ആണികൾ കൊണ്ടും ചുറ്റികകൾ കൊണ്ടും ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്. അവ സംസാരിക്കുകയില്ല, അവ വഹിക്കപ്പെടുക തന്നെ വേണം. അവ നടക്കുകയില്ലല്ലോ. അവയെ ഭയപ്പെടേണ്ട. ദോഷം ചെയ്യാനോ നന്മ ചെയ്യാൻ പോലുമോ അവയ്ക്കാവില്ലല്ലോ. കർത്താവേ, അങ്ങയെപ്പോലെ ആരുമില്ല. അങ്ങ് വലിയവനാണ്, കരുത്തിൽ മഹത്താണ് അങ്ങയുടെ നാമം. ജനതകളുടെ രാജാവേ, ആരാണ് അങ്ങയെ ഭയപ്പെടാത്തത്? എന്തെന്നാൽ അങ്ങേക്ക് അത് അർഹതപ്പെട്ടതാണ്. ജനതകളിലെ ജ്ഞാനികളിലും അവരുടെ രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ ആരുമില്ല. അവർ ഒരേ സമയം മൂഢന്മാരും വിഡ്ഢികളുമാണ്. വിഗ്രഹങ്ങളുടെ പ്രബോധനം കേവലം മരക്കഷണമാണ്. അടിച്ചുപരത്തിയ വെള്ളിയും താർസീസിൽ നിന്ന് സ്വർണവും ശില്പിയുടെയും സ്വർണപ്പണിക്കാരന്റെയും നിർമ്മിതി. നീലയും ധൂമ്രവുമായ വസ്ത്രങ്ങളാണ് അവയ്ക്ക്. അവയെല്ലാം വിദഗ്ധരുടെ നിർമ്മിതിയാണ്. കർത്താവാണ് സത്യദൈവം, അവിടുന്നാണ് ജീവനുള്ള ദൈവം, നിത്യനായ രാജാവും. അവിടുത്തെ ക്രോധത്തിൽ ഭൂമി വിറയ്ക്കുന്നു. അവിടുത്തെ കോപം താങ്ങാൻ ജനങ്ങൾക്കാവില്ല. നിങ്ങൾ അവരോട് ഇത് പറയണം: ആകാശവും ഭൂമിയും സൃഷ്ടിക്കാത്ത ദേവന്മാർ ഈ ആകാശത്തിനു താഴെ നിന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതാകും. ഭൂമിയെ തന്റെ ശക്തിയാൽ അവിടുന്ന് സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ തന്റെ ജ്ഞാനത്താൽ ഉറപ്പിച്ചു. തന്റെ വിവേചന ശക്തിയാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് സ്വരമുയർത്തുമ്പോൾ ആകാശത്തിൽ ജലഗർജനം. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തി. മഴയ്ക്കായി അവിടുന്ന് മിന്നലുകൾ ക്രമപ്പെടുത്തി. തന്റെ കലവറകളിൽ നിന്ന് അവിടുന്ന് കാറ്റിനെ പുറത്തുവിട്ടു. അറിവില്ലാത്തതിനാൽ ഓരോ മനുഷ്യനും വിഡ്ഢിയായി. വിഗ്രഹം മൂലം ഓരോ തട്ടാനും ലജ്ജിച്ചു. എന്തെന്നാൽ അവന്റെ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ജീവശ്വാസമില്ല, അവ വ്യർത്ഥമാണ്. അവജ്ഞ നിർമ്മിതി. അവരുടെ ശിക്ഷാകാലത്ത് അവ നാശമടയും. അവരെ പോലെയല്ല യാക്കോബിന്റെ ഓഹരിയായവൻ. അവിടുന്നാണല്ലോ എല്ലാറ്റിന്റെയും രൂപകർത്താവ്. ഇസ്രായേലാണ് അവിടുത്തെ അവകാശത്തിന്റെ ചെങ്കോൽ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. തടവിൽ കഴിയുന്ന നീ ദേശത്തു നിന്ന് നിന്റെ ഭാണ്ഡം എടുക്കുക. എന്തെന്നാൽ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇതാ, ഈ പ്രാവശ്യം ഞാൻ ദേശവാസികളെ ദൂരെ എറിയാൻ പോകുന്നു. അവർ കാണേണ്ടതിന് അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും. ഹാ, എനിക്ക് ദുരിതം! എന്റെ മുറിവുകൊണ്ട് ഞാൻ രോഗിയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു: ഇത് രോഗമാണ്, ഞാനിത് സഹിക്കണം. എന്റെ കൂടാരം തകർക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ചരടുകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മക്കൾ എന്നെ വിട്ടു പോയിരിക്കുന്നു, ആരും ബാക്കിയില്ല. എന്റെ കൂടാരം വിരിക്കാനോ എന്റെ വിരികൾ ഉയർത്താനോ ആരുമില്ല. കാരണം ഇടയന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. അവർ കർത്താവിനെ അന്വേഷിച്ചില്ല, അതിനാൽ അവർ അഭിവൃദ്ധിപ്പെട്ടില്ല. അവരുടെ ആട്ടിൻകൂട്ടമെല്ലാം ചിതറിപ്പോയിരിക്കുന്നു. ഒരു വിളംബര ശബ്ദം ഇതാ എത്തിക്കഴിഞ്ഞു. യൂദായുടെ നഗരങ്ങൾ ശൂന്യമാക്കാൻ, കുറുനരികളുടെ ഇടമാക്കാൻ വടക്കുദേശത്തു നിന്ന് വലിയൊരു ഇരമ്പൽ. മനുഷ്യന്റെ മാർഗം അവൻ്റേതല്ലെന്നും ചരിക്കുന്ന ഒരു മനുഷ്യനുമല്ല സ്വന്തം കാലടികളെ ക്രമപ്പെടുത്തുന്നതെന്നും കർത്താവെ ഞാൻ അറിയുന്നു. എന്നെ അങ്ങ് ഒന്നുമല്ലാതാക്കി തീർക്കാതിരിക്കേണ്ടതിന് കർത്താവെ, അങ്ങ് എന്നെ അങ്ങയുടെ ക്രോധത്തിലല്ല ന്യായത്തിലാണ് തിരുത്തേണ്ടത്.
അങ്ങയെ അറിയാത്ത ജനങ്ങളുടെ മേലും അങ്ങയെ നാമം വിളിച്ചപേക്ഷിക്കാത്ത കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ. എന്തെന്നാൽ അവർ യാക്കോബിനെ വിഴുങ്ങിയിരിക്കുന്നു, അവർ അവനെ വിഴുങ്ങിയിരിക്കുന്നു, അവർ അവന് അന്ത്യം വരുത്തിയിരിക്കുന്നു, അവന്റെ വാസസ്ഥലം അവർ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അരയോപഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ആഥൻസുകാരെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ കാണുന്നു. ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കൾ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം കരവേലകളായ ദേവമന്ദിരങ്ങളിലല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല, മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നത്. അവിടുന്നാണ് എല്ലാറ്റിനും ജീവനും ശ്വാസവും സർവവും നൽകുന്നവൻ. നിർണയിക്കപ്പെട്ട കാലങ്ങളും വാസസ്ഥലങ്ങളുടെ അതിരുകളും സ്ഥാപിച്ചുകൊണ്ട് ഭൂമുഖം മുഴുവൻ വസിക്കുവാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ മനുഷ്യവംശങ്ങളെയും സൃഷ്ടിച്ചു. ഇത് അവർ അവിടുത്തെ അന്വേഷിക്കുകയും ഒരുപക്ഷെ അനുഭവത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നതിനല്ലേ. വാസ്തവത്തിൽ അവിടുന്ന് നാം ഓരോരുത്തരിലും നിന്ന് അകലെയല്ല. എന്തെന്നാൽ നാം അവിടുന്നിൽ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും കൊത്തിയെടുക്കുന്ന സ്വർണമോ വെള്ളിയോ കല്ലോ പോലെയാണ് ദൈവമെന്ന് വിചാരിക്കാൻ പാടില്ല. അജ്ഞതയുടെ കാലങ്ങൾ ദൈവം അവഗണിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകം മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഇതിന് ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് പിന്നീട് ഞങ്ങൾ കേട്ടുകൊള്ളാം. അനന്തരം പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസുകാരൻ ഡയനീഷ്യസും ദമാറിസ് എന്നു പേരുള്ള സ്ത്രീയും അവരോടൊത്തുള്ള വേറെ ചിലരും ഉണ്ടായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ